കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞായറാഴ്ച സൂപ്പർ മാച്ചുകൾ തന്നെയെന്നും വേണം പറയാൻ. കാരണം ഒന്നിനൊത്ത മികച്ച വമ്പന്മാരുടെ പോരാട്ടം നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയിരിക്കുന്നത്. അതുതന്നെ ലിവർപൂളും ന്യൂകാസിലും തമ്മിലുള്ള ലീഗ് കപ്പിൽ ലിവർപൂളിനെ 2-1 തോൽപ്പിച്ച് അവരുടെ 70 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടൊരു ഡൊമസ്റ്റിക് ട്രോഫി ഇന്നലെ ന്യൂകാസിൽ നേടിയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാരുടെ ലണ്ടൻ പോരിൽ ചെൽസിനെ 1-0 ചെൽസിക്കെതിരെ 1-0 ആർസണൽ വിജയിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ലണ്ടൻ ഡെർബിയിൽ ടോട്ടൻഹാമിനെ 2-0 ഫുൾഹാം തോൽപ്പിച്ചിരുന്നു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ മികച്ച ഫോം ഇന്നലത്തെ കളിയിൽ അവർ കാണിച്ചിരുന്നു. 3-0 ഇന്നലെ ലെസ്റ്റർ സിറ്റി അവർ തോൽപ്പിച്ചിരുന്നു. ലലീഗയിൽ ബാർസിലോണ വമ്പന്മാർ തമ്മിലുള്ള പോരിൽ 2 ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി പിന്നിട്ട ശേഷം 4 ഗോൾ അടിച്ചൊരു വമ്പൻ കംബാക്കിലൂടെ ഇന്നലെ ബാർസയും വിജയിച്ചിരുന്നു. അങ്ങനെ ഒരു മികച്ച മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയിരിക്കുന്നത്. നമുക്ക് ആദ്യം ആർസണൽ ചെൽസി തമ്മിലുള്ള ഒരു ലണ്ടൻ ഡെർബിയിൽ തന്നെ തുടങ്ങാം. ഒരു വമ്പന്മാരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇന്നലെ ഫസ്റ്റ് നടന്നിരുന്നത്. അത് തന്നെ ആർസണൽ 20ാമത്തെ മിനിറ്റിൽ മൈക്കൽ മെറീനയുടെ ഒരു ഒറ്റ ഗോളിലായിരുന്നു ആർസണൽ വിജയിച്ചിരിക്കുന്നത്. കളിയിലൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബാള് പൊസിഷൻ കീപ്പ് ചെയ്തത് ചെൽസിയാണ്. പക്ഷെ അവർക്ക് അതിനകത്ത് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കിട്ടിയ ചാൻസ് മുതലാക്കിയത് ആർസണൽ എന്ന് വേണം പറയാൻ. കളിയിൽ ആദ്യമേ തന്നെ സാഞ്ചസ് ഒരു മിസ് പാസ് അത് ഡയറക്റ്റ് അത് മാർട്ടിനിലേക്ക് നൽകുന്നുണ്ട്. മാർട്ടിനിലേക്ക് അത് കറക്റ്റ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു ഓപ്പൺ ചാൻസ് ആയിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആ ഷോട്ട് ആക്യുറസി ഇല്ലായ്മ കാരണം അത് സാൻചസിന് സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ 20ാമത്തെ മിനിറ്റിൽ ഒരു കോർണറിലൂടെ ഒഡഗാർഡിന്റെ ആ കോർണറിലൂടെ മൈക്കൽ മെറീന ആർസണലിന് ഒരു വിജയ ഗോൾ നേടുന്നുണ്ട്. ആ ഒറ്റ ഗോളിനുള്ള ആർസണലിന്റെ വിജയം. അതിനുശേഷം എടുത്തു പറയേണ്ട ഒരു മൊമെന്റോ ഒന്നും എടുത്തു പറയേണ്ട ഒരു നല്ലൊരു ചാൻസ് ഒന്നും ചെൽസിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ട ഒറ്റ ചാൻസ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൊക്കറെല്ലാം അടിക്കുന്ന ഒരു ഷോട്ട്, അത് ഈസിയായി സേവ് ചെയ്യാൻ പറ്റുന്ന ഷോട്ട്. പക്ഷെ അത് ഡേവിഡിനെ തടയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി ബാൾ ഗോളിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് വൈഡായിട്ടാണ് പോയിരുന്നത്. മറ്റ് 2-3 ഷോട്ടുകളുണ്ട്. അത് ആർസണലിന്റെ വകയായിരുന്നു. ഒഡഗാർഡിന്റെ ഒരു ഷോട്ട് സാഞ്ചസ് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർട്ടിനോയുടെ മറ്റൊരു ഷോട്ട് സാഞ്ചസ് സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിട്ടിയ അവസരങ്ങൾ ആർസണൽ മുതലെടുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ 2-3 സേവുകൾ കാരണമാണ് അത് ഗോളിലോട്ടൊന്നും ആവാതിരുന്നത്. അങ്ങനെ 1-0 മൈക്കൽ മെറീനയുടെ ആ ഒറ്റ ഗോളിനാണ് ഇന്നലെ ആർസണലിന്റെ വിജയം. അങ്ങനെ 29 കളിയിൽ നിന്ന് ഇപ്പോൾ അവർ 58 പോയിന്റാണ്. 12 പോയിന്റ് അവർ കുറച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തിൽ ലിവർപൂളിന് 29 കളിയിൽ നിന്ന് 70 പോയിന്റാണ് ഉള്ളത്. ആർസണലിന് 12 പോയിന്റ് കുറച്ച് 58 പോയിന്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ചെൽസി ഇന്നലെ വിജയിച്ചിരുന്നെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഒരു 4 പോയിന്റ് വ്യത്യാസത്തിൽ അവർ 4ാം സ്ഥാനത്ത് തുടരാമായിരുന്നു. പക്ഷെ ഇപ്പം ചെൽസി 49 പോയിന്റ് 4ാം സ്ഥാനം തന്നെയാണ്. ഇന്ന് തൊട്ട് പുറകിലായിട്ട് സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു കളി കുറച്ച് ന്യൂകാസിൽ യുണൈറ്റഡ് 47 പോയിന്റുമായി 5ാം സ്ഥാനത്തുള്ളത്. മറ്റൊരു മാച്ചിൽ ടോട്ടൻഹാമിനെ 2-0 ഫുൾഹാം തോൽപ്പിച്ചിരുന്നു. അതൊരു ലണ്ടൻ ഡെർബി ആയിരുന്നു. സെക്കൻഡ് ഹാഫിലായിരുന്നു ഫുൾഹാമിന്റെ 2 ഗോളും വരുന്നത്. 78ാമത്തെ മിനിറ്റിൽ മൂനസ് ഫുൾഹാമിന് വേണ്ടി ഒരു ഗോൾ നേടുന്നത്. അതുപോലെ തന്നെ 88ാം മിനിറ്റിൽ സെസനേഗൻ ഫുൾഹാമിന് വേണ്ടി മറ്റൊരു ഗോൾ നേടുന്നുണ്ട്. അങ്ങനെ 2-0 ടോട്ടൻഹാമിനെ ഫുൾഹാം തോൽപ്പിച്ചിരുന്നു. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലെസ്റ്റർ സിറ്റിനെ 3-0 തോൽപ്പിച്ച അവരുടെ മികച്ച ഫോം അവർ വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. കാരണം 7 കളിയിലാണ് അവർ അൺബീറ്റൻ ആണ്. ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഇരട്ട അസിസ്റ്റും ആ ഒറ്റ ഗോളിന്റെ മികവിലാണ്. ബ്രൂണോ മാജിക് എന്ന് വേണം ഇന്നലത്തെ മത്സരത്തിന് പറയാൻ. കാരണം ഈ സീസണിൽ 16 ഗോളുകളും 15 അസിസ്റ്റുമായി ബ്രൂണോ ഫെർണാണ്ടസിനാണ് ഈ സീസണിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരം എന്ന് വേണം പറയാൻ. ഇന്നലത്തെ കളിയിൽ 2 ഗോളും 1 അസിസ്റ്റ് അദ്ദേഹം നേടിയിരുന്നു. ഫസ്റ്റത്തെ കളി നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ലെസ്റ്റർ സിറ്റി ഒരു ഗോളെന്ന് ഉറപ്പിച്ചൊരു ഷോട്ട് വാർഡിയുടെ വക ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒന്യാനയുടെ ഒരു മികച്ച സേവിലൂടെ അത് തടയിടുന്നതാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹോയ്ലൻഡ് അത് സെന്റർ ഹാഫിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസ് നൽകിയ ഒരു ലൂപ്പിംഗ് ബാള് ഹോയ്ലൻഡ് ഒരു മികച്ച ഒരു ഫിനിഷിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മുന്നിലെത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ചില ഹാഫ് ചാൻസുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഗോളിലേട്ടൊന്നും ചെന്ന് അവസാനിക്കുന്നില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 51ാമത്തെ മിനിറ്റ് ഒരു ഗോൾ അടിക്കുന്നുണ്ട് ഗർനാച്ചോ. പക്ഷെ അത് റഫറി ഓഫ് സൈഡ് ആണ് വിളിച്ചിരുന്നത്. എന്നാൽ 2ാമത്തെ ഗോൾ ഗർനാച്ചോയുടെ ഒക്കെ വീണ്ടും വരുന്നുണ്ട്. മസ്റാവിയുടെ ഒരു മുന്നേറ്റത്തിൽ അത് ബൻസ്രാവി ബാള് ബ്രൂണോ ഫെർണാണ്ടസ് നൽകുന്നുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് തിരിച്ചത് ഗർനാച്ചോയ്ക്ക് നൽകുന്നുണ്ട്. ഗർനാച്ചോ ഒരു മികച്ച ഫിനിഷിലൂടെ
മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 2-0 എന്ന ഗോൾ സ്കോർ ലൈനിൽ എത്തിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഗോൾ വരുന്നത് അത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ വകയാണ്. ഡാലറ്റ് നൽകിയൊരു മുന്നേറ്റത്തിൽ ഡാലറ്റ് ഒരു പാസ് ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിന് വെളിയിലുള്ള ബ്രൂണോ ഫെർണാണ്ടസിന് നൽകുന്നുണ്ട്. അദ്ദേഹം ഒരു മികച്ചൊരു വലതുകാൽ ഷോട്ട്, ബോക്സിന് വെളിയിലത്തെ ഒരു ഷോട്ടിൽ നിന്നും മികച്ചൊരു ഫിനിഷിലൂടെ 3-0 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കൊണ്ടെത്തിക്കുന്ന ആ ഒരു 3-0 ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹേവന്റെ ആ പെർഫോമൻസ്, അതുപോലെ തന്നെ ബാക്ക് ലൈനിൽ ഡെലൈറ്റിന്റെ ആ ഒരു ബ്ലോക്ക് ഉണ്ട്, കിടിലം ബ്ലോക്ക് എന്ന് വേണം പറയാം. കാരണം വാർഡി ഒരു പാസ് ബൊനേറ്റയ്ക്ക് നൽകുന്നുണ്ട്. ബൊനേറ്റയ്ക്ക് അത് ഗോൾ എന്ന് ഉറച്ചൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ അത് ഡെലൈറ്റിന്റെ ഒരു മികച്ചൊരു ഇന്റർസെപ്ഷനിലൂടെ അത് തടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ ഒരു ടീം പെർഫോമൻസ് തന്നെ ഇന്നലത്തെ കളിയിൽ കണ്ടിരുന്നു. കാരണം ഇറങ്ങിയവരൊക്കെ സിർഗസിക്ക് പകരം ഇറങ്ങിയ എറിക്സനും മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഡിഫൻഡിൽ ഹേവൻ മികച്ചൊരു കളികൾ കഴിച്ചു. അതുപോലെ തന്നെ കസമീറോ ഇപ്പം 4-5 കളിയിലെ കസമീരയുടെ പെർഫോമൻസ്, അദ്ദേഹം മികച്ച ഫോമിലാണ് കസമീറയും കളിക്കുന്നത്. അപ്പൊ കസമീറയും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഡാലറ്റും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ ഈ സീസൺ അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് സീസൺ എന്ന് വേണം പറയാം. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. നല്ലൊരു കൺസിസ്റ്റൻസിയാണ് അദ്ദേഹം ഓരോ കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സീസൺ ആകെപ്പാടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തകർന്ന് തരിപ്പണമായി പോയിരുന്നേ വേണം പറയാൻ. അങ്ങനെ ഇറങ്ങിയവരൊക്കെ അവരുടെ മികച്ചൊരു പെർഫോമൻസ് കാണിച്ച ഒരു ടീം പെർഫോമൻസ് മത്സരം എന്ന് വേണം പറയാൻ. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ മികച്ചൊരു ഫോം തന്നെയാണ് തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ലീഗ് കപ്പിൽ ലിവർപൂളിനെ 2-1 തോൽപ്പിച്ച് ന്യൂകാസിൽ യുണൈറ്റഡ് തങ്ങളുടെ 70 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ അവർ അർഹിച്ച വിജയം തന്നെ നേടിയിരുന്നതെന്നും പറയാം. കാരണം ഒരു ലിവർപൂൾ സപ്പോർട്ടർ എന്ന നിലയിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇത്ര അധികം താഴ്ന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം എന്താ പറയുക, കളി മറന്നുപോയി. ലിവർപൂൾ പ്ലേയേഴ്സ് ഇന്നലെ കളിക്കാൻ മറന്നു, ഒരു ഫൈനലാണ് എന്നൊരു കളി മറന്നുപോയി. പക്ഷെ കളി പഠിപ്പിച്ചു കൊടുത്തു ലിവർപൂളിനെ ന്യൂകാസിൽ യുണൈറ്റഡ്. കാരണം അവർ എല്ലാ മേഖലകളും പ്രസ്സിങ്ങിലും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിലും ഗോൾ അടിക്കുന്നതിലും എല്ലാം അവർ മികച്ചു നിന്നിരുന്നു. ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ 9 ഷോട്ടുകൾ, അതിൽ 3 ഷോട്ടുകൾ ബേൺ കുറെ തവണ ലിവർപൂളിന്റെ ആ പ്രതിരോധത്തിൽ ലിവർപൂളിന്റെ ആ പെനാൽറ്റി ബോക്സിൽ ഒരുപാട് തവണ ബേൺ വരുന്നുണ്ട്. അതിനെ അർഹിച്ച ഗോൾ ആ കോർണറിലൂടെ ട്രിപ്പറിന്റെ ആ കോർണറിലൂടെ ബേൺ നേടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും ഏരിയൽ വിൻ ചെയ്യുന്നതിലൊക്കെ ലിവർപൂളിനെ കാട്ടി ന്യൂകാസിൽ പ്ലേയേഴ്സ് അവർക്ക് ഇന്നലെ അവർ കളി വിജയിക്കണം. PSG മറ്റൊരു ഫോമായിട്ടാണ് ഇന്നലെ ന്യൂകാസിൽ കളിച്ചതെന്ന് വേണം പറയാം. കാരണം അവർ വിജയിക്കുവാൻ വേണ്ടി കളിച്ചു. അവർ ഫൈനൽ എന്ന ആ ഒരു ഉറച്ച തീരുമാനിച്ചോട് കളിച്ചു, അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. കളി മറന്നുപോയി ലിവർപൂൾ പ്ലേയേഴ്സ് ഇന്നലെ കളി മറന്നുപോയി എന്ന് വേണം പറയാൻ. ഫസ്റ്റ് ഹാഫിൽ ആകെ ഒരു ഷോട്ട് മാത്രമേ അവരെ കൊണ്ട് അടിക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ സ്ലോട്ട് കുറെ ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട്. ആ ചേഞ്ചസ് വഴി ഒരല്പം മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഷോട്ടുകൾ അടിക്കുവാനോ ഗോളുകൾ അടിക്കുവാനുള്ള ഇന്റൻസിറ്റി ഇന്നലെ സെക്കൻഡ് ഹാഫിലും ലിവർപൂളിന്റെ അടുക്കിൽ നിന്ന് കണ്ടിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ ആ ഫസ്റ്റ് ഓൺ ടാർഗറ്റ് വരുന്നത് ആ ജോൺസിന്റെ ആ ഒരു ഷോട്ടിലാണ്. ഒരു മികച്ചൊരു സേവ് എന്ന് വേണം പറയാം. കാരണം പൊപ്പിന്റെ ഒരു വലത് കൈ കൊണ്ടുള്ള ഒരു മികച്ച സേവിലൂടെ ആ ഒരു ഷോട്ടിനെ തടഞ്ഞിരുന്നു. സെക്കൻഡ് ഹാഫിലും കഥ മാറുന്നില്ല. കാരണം ന്യൂകാസിൽ യുണൈറ്റഡ് തന്നെയാണ് ലിവർപൂളിന്റെ ആ ബോക്സിൽ ഇരച്ചു കയറിയിരുന്നത്. അതിന് ഒരു ഗോൾ അടിക്കുന്നുണ്ട് ഇസാക്ക്, പക്ഷെ അതിനെ ഓഫ് സൈഡാണ് വിളിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. എന്നാൽ മറ്റൊരു ഗോൾ ലിവർമെന്റിന്റെ ആ ഒരു മുന്നേറ്റത്തിൽ മർഫിയുടെ ഹെഡറിലൂടെ ഇസാക്ക് മറ്റൊരു ഗോൾ നേടുന്നുണ്ട്. അതൊരു സൂപ്പർബ് ഗോൾ തന്നെയായിരുന്നു. കാരണം നല്ലൊരു മുന്നേറ്റത്തിലൂടെയാണ് ആ ഗോൾ നേടുന്നത്. അവരുടെ ഓരോ പ്ലെയറിനെ എടുത്ത് നോക്കിയാലും ഇതിപ്പം ടൊണാലി ആയിരുന്നാലും ജോലിന്റെ ആയിരുന്നാലും ലിവർമെന്റ് ആയിരുന്നാലും അതുപോലെ തന്നെ മർഫി ആയിരുന്നാലും ഇസാക്ക് ആയിരുന്നാലും അവരുടെ ഇന്റൻസിറ്റി, അവരുടെ ഒരു കളി വിജയിക്കണം എന്നുള്ള ആ അവരുടെ ആ ക്യാരക്ടറൊക്കെ ഇന്നലത്തെ കളിയിൽ മാറിയിരുന്നു. കാരണം കളി വിജയിച്ച് കപ്പ് നേടണം എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ അവരെ കളിച്ചിരുന്നു. കാരണം അവരുടെ പ്ലേയേഴ്സിന്റെ അടുക്കൽ നിന്ന് ഇപ്പൊ ബാക്ക് ലൈനിൽ ബേൺ ആയിരുന്നാലും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലുള്ള ട്രിപ്പർ ആയിരുന്നാലും ലെഫ്റ്റ് ബാക്കിലുള്ള ലിവർമെന്റ് ആയിരുന്നാലും ഇനിയിപ്പോ ഗോളി ആയിരുന്ന പോലും ഇവൻ അവരുടെ സപ്പോർട്ടേഴ്സ് അവർക്ക് ബാക്കപ്പ് ചെയ്തുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുന്ന ഓരോ മൊമെന്റുമാണ് ഇന്നലത്തെ കളിയിൽ നിന്ന് കാണാൻ സാധിച്ചത്. ലിവർപൂൾ ഇന്നലെ കളി മൊത്തത്തിൽ മറന്നുപോയി. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം
ടയേർഡാണ്, ലിവർപൂൾ പ്ലേയേഴ്സ് ടയേർഡാണ്. ഒരു ഇന്നലത്തെ മാസം തന്നെ, കഴിഞ്ഞ മാസം തന്നെ ഒരു 6 കളിയെങ്കിലും ലിവർപൂൾ കളിച്ച് കാണും. അതുപോലെ തന്നെ അധികം സ്ക്വാഡ് ഡെപ്ത് ലിവർപൂളിനില്ല. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് കേസെനയ്ക്ക് ഇനി എടുത്തു പറയേണ്ട ഒറ്റ മാറ്റമായിട്ട് പറഞ്ഞത് അത് കേസനെ ഇറക്കിയതാണ്. എന്തുകൊണ്ട് സ്ലോട്ട് കേസനെ ഇറക്കിയിരുന്നില്ല എന്നൊരു ചോദ്യത്തിന് മറുപടി അദ്ദേഹം ഇന്നലത്തെ കളിയിൽ നിന്ന് നൽകുന്നുണ്ട്. ആ അവസാനത്തെ മിനിറ്റിൽ 94-ാമത്തെ മിനിറ്റ്, ഇഞ്ചറി ടൈമിലെ 4-ാമത്തെ മിനിറ്റിൽ എലൈറ്റിന്റെ ഒരു പാസിൽ കേസയാണ് ലിവർപൂളിന് വേണ്ടി ആശ്വാസ ഗോൾ നേടുന്നത്. അതുവരിക്കും എനിക്ക് തോന്നുന്നു മുഹമ്മദ് സാലയ്ക്ക് ഇന്നലെ 2-3 കളിയിലായിട്ട് അദ്ദേഹം ഔട്ട് ഓഫ് ഫോമിലാണെന്ന് വേണം പറയാൻ. മുഹമ്മദ് സാലെ മാറ്റി നേരത്തെ വേറൊരാളെ ഇറക്കാമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചു പോയി. അപ്പം അങ്ങനെ 2-3 മാറ്റത്തിലൂടെയാണ് സെക്കൻഡ് ഹാഫിൽ ആ ഗോളെങ്കിലും വരുന്നു എന്ന് വേണം പറയാൻ. ലിവർപൂളിനെ അധികം ഒന്ന് ഇന്റൻസിറ്റിയിൽ കണ്ടെന്ന് വെച്ചാൽ ആ ഗോളിന് ശേഷമായിരുന്നു. അതുവരെയ്ക്കും ലിവർപൂൾ അത് ഫൈനലാണെന്ന് പോലും ലിവർപൂൾ മറന്നുപോയി. യഥാർത്ഥത്തിൽ കളിയിൽ ഡൊമിനന്റ് ആയിട്ട് നിന്നത് ന്യൂകാസിൽ യുണൈറ്റഡ് ആയിരുന്നു. കാരണം 17 ഷോട്ട്, അതിൽ 6 ഓൺ ടാർഗറ്റുകൾ അവരെ കൊണ്ട് അടിക്കാൻ സാധിച്ചു. ലിവർപൂളിനായിട്ട് ഹോൾ മാച്ചിൽ 7 ഷോട്ടുകൾ, അതിൽ 2 എണ്ണം മാത്രം. അത് സെക്കൻഡ് ഹാഫിലും ആണ് ആ 2 ഓൺ ടാർഗറ്റുകളും വരുന്നത്. അതുപോലെ തന്നെ ഇസാക്കിനെ എന്തുകൊണ്ട് ഇപ്പം വമ്പൻ ക്ലബ്ബുകൾ പിന്നോട്ട് അദ്ദേഹത്തിന്റെ പിന്നിലേക്ക് പോകുന്നു എന്നതിന് ഒരു മികച്ചൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ആ പെർഫോമൻസ്. കാരണം അല്ലാതെ ഒരു സേവ് ലിവർപൂളിന്റെ ഗോളിൽ നടത്തിയിരുന്നു. ലിവർപൂളിന്റെ ഗോൾ മുഖത്ത് ഇസാക്കിന്റെ ഒരു സൂപ്പർ ഷോട്ട് വരുന്നുണ്ട്. അത് ലിവർപൂളിന്റെ ഗോൾ തടുക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും മികച്ചൊരു പെർഫോമൻസ് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് കാഴ്ചവെച്ചത്. അത് അർഹിച്ച വിജയം തന്നെയാണ് അവർ നേടിയിരുന്നത്. ലിവർപൂളിന് പ്രീമിയർ ലീഗ് കിരീടം എങ്ങനെയെങ്കിലും നേടണം. കാരണം ഇനി അതും കൂടെ കൈവിടാൻ എന്തായാലും അവരെ കൊണ്ട് സാധിക്കില്ല. ഒരു കപ്പെങ്കിലും ഈ സീസൺ നേടിയിട്ടില്ലെങ്കിൽ കോഡബിളൊക്കെ വിശ്വസിച്ചിരുന്നു. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ആദ്യത്തെ ആ ലിവർപൂളിന്റെ പെർഫോമൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒരു 2 കപ്പെങ്കിലും നേടുമെന്ന്. പക്ഷെ എന്തായാലും ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കൊരു തോന്നലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ കളി ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ അർഹിച്ച വിജയം തന്നെ ന്യൂകാസിൽ നേടിയിരുന്നു. അങ്ങനെ അവരുടെ ഡൊമസ്റ്റിക് കപ്പ്, ഒരു 70 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവരൊരു കപ്പ് നേടിക്കുന്നത്. കൺഗ്രാജുലേഷൻ ന്യൂകാസിൽ യുണൈറ്റഡ് എന്ന് വേണം ലിവർപൂൾ സപ്പോർട്ടർ എന്നതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മികച്ചൊരു മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. അപ്പം ബാഴ്സലോണയെ കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരേക്കും നമസ്കാരം.